ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ജേർണി തുടങ്ങിയ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. അന്നേരം ഈ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. ഇനി മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ ലാർജ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണോ. ഇനി ഇതൊന്നും വേണ്ട, എല്ലാ പൈസയും കൊണ്ടുപോയി അങ്ങ് FD ഇട്ടാലോ. ഇവിടെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്നറിയോ? ഇവിടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സിനെ പറ്റിയാണ്, മറിച്ച് ഇൻവെസ്റ്ററായ എന്നെ പറ്റിയല്ല. എനിക്ക് എന്താണ് വേണ്ടത്, എന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കാൻ. അതായത് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന ഒരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം ആസ് എൻ ഇൻവെസ്റ്റർ. അപ്പൊ അതിനു വേണ്ടി ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിംഗ് മൈ ഫിനാൻഷ്യൽ ഗോൾസ് എന്നതാണ്. ഈ ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്താലേ നമ്മൾക്ക് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ കിട്ടുള്ളൂ. ഗോൾസ് സെറ്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ. സെറ്റിംഗ് എ ഗോൾ ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ടേണിംഗ് ദ ഇൻവിസിബിൾ ഇൻ ടു ദി വിസിബിൾ എന്നാണ് പറയാ. അതായത് നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യണം. എന്താണ് ശരിക്കും ഫിനാൻഷ്യൽ ഗോൾസ്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്, അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. സോ ഹൗ ടു സെറ്റ് അവർ ഫൈനാൻഷ്യൽ ഗോൾസ്. നമ്മുടെ ലൈഫ് ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ടൈ ടു എ ഗോൾ എന്നാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾക്ക് ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യാം? നമ്മുടെ ലൈഫിലെ നടക്കാൻ ചാൻസ് ഉള്ള ഇവന്റ്സ് മനസ്സിൽ വെച്ച് വേണം നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യാൻ. ഈ നടക്കാൻ ചാൻസ് ഉള്ള ഇവന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ഇവന്റ്സും ഉണ്ടാവും, ഇഷ്ടമില്ലാത്ത നമ്മൾ ആഗ്രഹിക്കാത്ത ഇവന്റ്സും ഉണ്ടാവും. ആഗ്രഹിക്കാത്ത ഇഷ്ടമില്ലാത്ത ഇവന്റ്സ് എന്തൊക്കെയായിരിക്കും? അപകടങ്ങള്, അസുഖങ്ങള്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഫോൺ വീണ് പൊട്ടുന്നു. ആഗ്രഹിക്കുന്ന ഒരു ഇവന്റ് ആണോ? നെവർ അല്ലേ. അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലാത്ത ഇവന്റ്സ് നമ്മുടെ ലൈഫിൽ നടക്കും ചിലപ്പം. അപ്പം ഇതിനു വേണ്ടി ആരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എമർജൻസി ഫണ്ട് കരുതും, അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കും. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കേണ്ടത്. ഈ ആഗ്രഹിക്കാത്ത ഇവന്റ്സ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ രണ്ട് സംഭവം നമ്മൾ ആദ്യം തന്നെ ചെയ്തു വെക്കണം. ഇനി നെക്സ്റ്റ്, ആഗ്രഹിക്കുന്ന ഇവന്റ്സ്. എന്താണ് നമ്മുടെ ലൈഫിൽ ആഗ്രഹിക്കുന്ന ഇവന്റ്സ്? ഒരു നല്ല വീട്, ഒരു കാറ്, അല്ലെ, വെക്കേഷൻ, അങ്ങനെ നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കുറച്ച് ഇഷ്ടമുള്ള കുറച്ച് ഇവന്റ്സ് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. കല്യാണം, യാ. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യണം. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ് അല്ല, ഇത് ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്കൊരു വീട് വേണം എന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. ഇതെങ്ങനെയാണ് ഗോൾ ആവുക? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവിനെ ഗോളായിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ എഴുതും, എനിക്ക് 5 വർഷത്തിനുള്ളിൽ 50 ലക്ഷം വിലയുള്ള ഒരു വീട് സ്വന്തമാക്കണം. ഇതാണ് എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ. ഈ ഗോളിൽ എപ്പോഴും ഒരു ടാർഗറ്റ് എമൗണ്ടും അതുപോലെ തന്നെ ഒരു ടൈം പീരീഡും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഗോൾസ് എഴുതി വെക്കണം. ആ ഗോൾസിൽ എന്തൊക്കെ ഉണ്ടാവണം? നമ്മൾ എത്ര വർഷത്തിനുള്ളിൽ, എത്ര സമയത്തിനുള്ളിലാണ് നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് നമുക്ക് ആ ഗോളിലൂടെ അച്ചീവ് ചെയ്യേണ്ടത്, ഇത് രണ്ടും നമ്മൾ എഴുതി വെക്കണം. അതാണ് ഫിനാൻഷ്യൽ ഗോൾ. നമ്മൾ പലരും എഴുതും, എനിക്കൊരു വീട് വേണം, കാർ വേണം. എപ്പോ വേണം? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? 5 കൊല്ലം കഴിഞ്ഞിട്ട് വേണോ അതോ 25 കൊല്ലം കഴിഞ്ഞിട്ട് വേണോ? നമ്മൾ എഴുതി വെക്കണം. ഇനി വേറൊരു വലിയ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിട്ടയർമെന്റിൽ നമുക്ക് ഇത്ര പൈസ വേണം നമ്മൾ ആഗ്രഹിക്കണം, നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. അപ്പൊ നമ്മൾ അത് ഗോൾ ആയിട്ട് എങ്ങനെ എഴുതും? എനിക്ക് ഇത്ര വർഷത്തിനുള്ളിൽ ഇത്ര എമൗണ്ട് എൻ്റെ റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടി വേണം. ഇതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ. അങ്ങനെ നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഗോൾസ് എഴുതുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നമ്മളുടെ ടൈം പീരീഡും നമ്മുടെ ടാർഗറ്റ് എമൗണ്ടും നോക്കിയിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾക്ക് ഈ ഒരു ഗോളിന് അനുയോജ്യം. ഓൾറൈറ്റ്. അപ്പം ഇന്ന് തന്നെ ഒരു ബുക്കും പേപ്പറും എടുക്കുക, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതുക, അതിനനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് എഴുതി വെക്കുക. ആൻഡ് ട്രസ്റ്റ് മീ, ഈ എഴുതി വെക്കുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് റിയലി മാറ്റേഴ്സ്. ഇത് എഴുതി വെക്കുമ്പോൾ നമ്മൾ ആ ഒരു ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടും. ഇങ്ങനെ എഴുതി വെച്ച് ഗോൾസ് അച്ചീവ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുക. ഇൻവെസ്റ്റ്മെന്റ് പറ്റിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയൊക്കെ ഈ ചാനലിൽ ഓൾറെഡി വീഡിയോസ് മുൻപേ ഇട്ടിട്ടുണ്ട്. കുറച്ച് പഴയ വീഡിയോസ് ആണ്. വീഡിയോ ക്വാളിറ്റി കുറെ വർഷങ്ങൾക്ക് മുന്നേ എടുത്തുകൊണ്ട് അത്ര ഉണ്ടാവണമെന്നില്ല. ബട്ട് ഐ എൻഷുർ ദാറ്റ് കണ്ടന്റ് വുഡ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. അപ്പം ആ വീഡിയോസ് ഒക്കെ പോയി കാണാം. ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ അവർ ഇൻവെസ്റ്റ്മെന്റ് ജേർണി ഈസ് സെറ്റിംഗ് അവർ ഫിനാൻഷ്യൽ ഗോൾസ്. പലരും മറന്നു പോകുന്ന കാര്യമാണ്, ബട്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്നേ നമുക്ക്
എന്താണ് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ഗോൾ പോസ്റ്റ് നമ്മൾ കണ്ടിട്ട് വേണം ഗോൾ അടിക്കാൻ. ഓക്കെ, അപ്പം ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.